ലൈഫ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ്, കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന ബയോളജിയുടെ ആദ്യ പാഠഭാഗത്തിലൂടെ നാം പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് ലിവിങ് ഓർഗാനിസങ്ങളുടെ അല്ലെങ്കിൽ ജീവനുള്ളവയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങളെ കുറിച്ചാണ്. എർത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ കാണപ്പെടുന്ന ലിവിങ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ജീവനുള്ളവയ്ക്ക് ഉദാഹരണങ്ങളാണ് ആനിമൽസ് ജന്തുക്കൾ, പ്ലാന്റ്സ് സസ്യങ്ങൾ, മറ്റു മൈക്രോ ഓർഗാനിസം സൂക്ഷ്മജീവികൾ എന്തെല്ലാമാണെന്ന് പറയുകയാണെങ്കിൽ ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയവ. ഇങ്ങനെയുള്ള ലിവിങ് ഓർഗാനിസങ്ങളുടെ ജീവനുള്ളവയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ കോശങ്ങൾ കൊണ്ടാണ്. കൂടാതെ ഈ സെല്ലിന്റെ പ്രത്യേകതയാണ് ഇവ വളരെ മൈന്യൂട്ടാണ്, സൂക്ഷ്മമാണ്. ആയതിനാൽ തന്നെ ഇവയെ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസ്കോപ്പിന്റെ പാർട്സിന്റെ അല്ലെങ്കിൽ ഭാഗങ്ങളുടെയും അവയുടെ ഓരോന്നിന്റെയും പ്രത്യേകതകളെ കുറിച്ചുമാണ്. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ എന്തെല്ലാമാണ്? ഐ പീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, കണ്ടൻസർ, മിറർ അല്ലെങ്കിൽ ദർപ്പണം എന്നിവയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് അഡീഷണൽ ആയി ഒരു ഭാഗം കൂടെ പഠിക്കാം. മൈക്രോസ്കോപ്പിലൂടെ ഒരു വസ്തുവിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ, നിരീക്ഷിക്കുമ്പോൾ ആ വസ്തുവിനെ പ്ലേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെക്കുന്നത് ഗ്ലാസ് സ്ലൈഡ് എന്ന ഭാഗത്തിലാണ്. അതായത് മൈക്രോസ്കോപ്പിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത് വെക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. എന്നാൽ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ വസ്തുക്കളെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ സ്ലൈഡിന്റെ ഹെൽപ്പ് തന്നെ വേണം. എന്താണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്? ഒരു മൈക്രോസ്കോപ്പിൽ ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് അറിയപ്പെടുന്നു. മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ബോഡി അല്ലെങ്കിൽ ശരീരം നിർമ്മിച്ചിരിക്കുന്ന സെല്ലുകളെ, കോശങ്ങളെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. നമുക്കൊരു പ്രധാനപ്പെട്ട വസ്തുത മനസ്സിലാക്കാം. നമുക്കൊരു വസ്തുവിനെ കാണണമെങ്കിൽ അവിടെ ലൈറ്റിന്റെ അല്ലെങ്കിൽ പ്രകാശത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ്. എന്നാൽ ഇന്റൻസിറ്റി കൂടിയ ലൈറ്റിൽ അല്ലെങ്കിൽ തീവ്രത കൂടിയ പ്രകാശത്തിൽ നമുക്ക് വസ്തുക്കളെ കാണാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ ഡിം ലൈറ്റ് അല്ലെങ്കിൽ മങ്ങിയ പ്രകാശത്തിൽ നമുക്ക് വസ്തുക്കളെ കാണാൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ് മൈക്രോസ്കോപ്പിൽ നടക്കുന്നത്. മൈക്രോസ്കോപ്പിൽ നമ്മൾ ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ വസ്തുക്കളെ വെച്ച് ഒബ്സർവ് ചെയ്യുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന സാഹചര്യത്തിൽ ആ ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ വസ്തുവിനെ നമുക്ക് വ്യക്തമായി കാണണമെങ്കിൽ അവിടെ ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം ആവശ്യമാണ്. എന്നാൽ അവിടെ ഇന്റൻസ് ലൈറ്റ് അല്ലെങ്കിൽ തീവ്ര പ്രകാശത്തിന്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം ഒരിക്കലും മങ്ങിയതാകാനും പാടില്ല അല്ലെങ്കിൽ ഡിം ലൈറ്റ് ആകാനും പാടില്ല. നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസ്കോപ്പിലേക്ക് എങ്ങനെയാണ് ലൈറ്റ് എത്തിച്ചേരുന്നത്, പ്രകാശം എത്തിച്ചേരുന്നത്, ആ പ്രകാശത്തിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ തീവ്രത എങ്ങനെയാണ് നമ്മൾ ക്രമീകരിക്കുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ വസ്തുവിലേക്ക് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നത് സ്റ്റേജിന് താഴെയായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ്. മെറ്റൽ റിങ്ങിനകത്തായാണ് ഈ ഭാഗം കാണപ്പെടുന്നത് അല്ലെങ്കിൽ ലോഹ വളയത്തിനകത്തായാണ് ഈ ഭാഗം കാണപ്പെടുന്നത്. ഇതിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഒരു പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണം, ഒരു കോൺകേവ് മിറർ അല്ലെങ്കിൽ ഒരു കോൺകേവ് ദർപ്പണം. സൂര്യപ്രകാശത്തെ അല്ലെങ്കിൽ സൺലൈറ്റിനെ ഒബ്സർവ് ചെയ്യേണ്ട ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ട വസ്തുവിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നത്, പ്രതിഫലിപ്പിക്കുന്നത് പ്ലെയിൻ മിററാണ്, സമതല ദർപ്പണമാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ, കൃത്രിമ പ്രകാശത്തെ ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയലിലേക്ക്, നിരീക്ഷിക്കേണ്ട വസ്തുവിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നത്, പ്രതിഫലിപ്പിക്കുന്നത് കോൺകേവ് മിററാണ് അല്ലെങ്കിൽ കോൺകേവ് ദർപ്പണമാണ്. സ്റ്റേജിന് താഴെയായി കണ്ടൻസറിന്റെ ഭാഗമായി കാണപ്പെടുന്ന ലെൻസാണ് ലൈറ്റിനെ അല്ലെങ്കിൽ പ്രകാശത്തെ ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയൽ അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ട വസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്, കേന്ദ്രീകരിക്കുന്നത്. കൂടാതെ കണ്ടൻസറിന്റെ ഭാഗമായ ഡയഫ്രമാണ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ പ്രകാശത്തിന്റെ തീവ്രതയെ ക്രമീകരിക്കുന്നത്. ഇനി നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയലിനെ അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ട വസ്തുവിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, തയ്യാറാക്കുന്നത് എന്നതാണ്. നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയലിനെ അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ട വസ്തുവിനെ
പെട്രി ഡിഷിലുള്ള വാട്ടർ അല്ലെങ്കിൽ ജലത്തിലേക്കാണ് ആദ്യം നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. പെട്രി ഡിഷിലെ വാട്ടർ അല്ലെങ്കിൽ ജലത്തിലേക്ക് വസ്തുവിനെ കൊണ്ടെത്തിക്കുന്നത് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം തടയാനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വസ്തുവിലുള്ള ജലാംശം ഇല്ലാതാകാതിരിക്കാനാണ്. കൂടാതെ ഇതിനുശേഷം മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ വസ്തുവിന്റെ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ഛേദങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ശേഷം കട്ട് ചെയ്തെടുത്ത സെക്ഷൻസിനെ അല്ലെങ്കിൽ ഛേദങ്ങളെ ഒരു ബ്രഷിന്റെ സഹായത്താൽ വാട്ടർ കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ ജലം ഉൾക്കൊള്ളുന്ന വാഷ് ഗ്ലാസ്സിലേക്ക് നാം മാറ്റുന്നു. ഈ സെക്ഷൻസിൽ കംപ്ലീറ്റ് ആയതും തിന്നായതുമായ സെക്ഷൻസിനെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ളതും കട്ടി കുറഞ്ഞതുമായ ഛേദങ്ങളെ വാഷ് ഗ്ലാസ്സിലേക്ക് മാറ്റുന്നു. ഈ വാഷ് ഗ്ലാസ്സിൽ സ്റ്റെയിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ശേഷം സ്റ്റെയിൻ ചെയ്ത സെക്ഷനെ അല്ലെങ്കിൽ ഛേദത്തെ വാട്ടർ ജലം ഉപയോഗിച്ച് വാഷ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ കഴുകിയതിനു ശേഷം ഗ്ലാസ് സ്ലൈഡിലേക്ക് കൂട്ടിച്ചേർത്ത ഗ്ലിസറിനിലേക്ക് പ്ലേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഗ്ലാസ് സ്ലൈഡിലെ ഗ്ലിസറിനിൽ കൊണ്ടുവെക്കുന്നു. ഗ്ലിസറിന്റെ സാന്നിധ്യം എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ സെക്ഷൻസിന്റെ അല്ലെങ്കിൽ ഛേദത്തിന്റെ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം തടയാൻ വേണ്ടിയാണ്. ഇതിനുശേഷം ഗ്ലാസ് സ്ലൈഡിലെ ഗ്ലിസറിനിലേക്ക് നമ്മൾ കൊണ്ടുവച്ച സെക്ഷൻ അല്ലെങ്കിൽ ഛേദത്തിന് പുറത്തായി ഒരു നീഡിലിന്റെ സഹായത്തോടു കൂടി കവർ ഗ്ലാസ് കൊണ്ടുവയ്ക്കുന്നു. ഈ കവർ ഗ്ലാസ് കൊണ്ടുവയ്ക്കുന്ന സാഹചര്യത്തിൽ ഇവയ്ക്കിടയിലേക്ക് എയർ ബബിൾസ് അല്ലെങ്കിൽ വായു കുമിളകൾ കടക്കാൻ പാടില്ലാത്ത രീതിയിൽ വേണം ഇതവിടെ പ്ലേസ് ചെയ്യാൻ. കൂടാതെ ഒരു ടിഷ്യൂ പേപ്പറിന്റെ സഹായത്താൽ അധികമായിട്ടുള്ള ഗ്ലിസറിനെ നമ്മൾ വൈപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ തുടച്ചു മാറ്റുന്നു. കൂടാതെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത തയ്യാറാക്കിയ മെറ്റീരിയലിനെ അല്ലെങ്കിൽ വസ്തുവിനെ മൈക്രോസ്കോപ്പിലേക്ക് എത്തിക്കുകയും മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുന്നതിന്റെ ഫലമായി ആ ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ആ വസ്തുവിന്റെ വളരെ വലിയ ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നു. അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ വസ്തുവിലുള്ള സെല്ലുകളെ കോശങ്ങളെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നു.